ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 23 ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 14 അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളതും ധ്യാനിക്കാനുള്ളതും. വലിയ ജനക്കൂട്ടങ്ങൾ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വെറുക്കണോ നമ്മൾ അപ്പനെയും അമ്മയെയും? വീണ്ടും കർത്താവിൻ്റെ വാക്കുകൾ, തൻ്റെ കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒരു ഗോപുരം പണിയെ നിശ്ചയിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക ഉണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി തീർക്കാൻ വകയില്ലാതെ വന്നേക്കാം. കാണുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞവനെ പരിഹസിക്കും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, എന്നാൽ പൂർത്തിയാക്കാൻ വകയില്ല. അല്ലെങ്കിൽ ഒരു രാജാവ് മറ്റൊരു രാജാവിന് യുദ്ധത്തിന് പുറപ്പെടും മുമ്പേ 20,000 വരുന്നവനെ 10,000 കൊണ്ട് എതിർക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കില്ലേ? പോരാന്ന് വരികിൽ മറ്റവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ സ്ഥാനപതികൾ അയച്ച സമാധാനത്തിന് അപേക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ടുപോയാൽ അതിനെങ്ങനെ രസം വരുത്തും? മണ്ണിനോ വളത്തിനോ അത് കൊള്ളില്ല. അവർ അത് പുറത്തു കളയും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ പ്രസക്തമായ നമ്മുടെ കാലയളവിന് ചേരുന്ന ഒരു സംഗതിയാണ്. എല്ലാ കാലയളവിനും ചേരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് തിരുവചനമായിരിക്കുന്നത് കർത്താവ് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ദാനവും കൃപയുമാണ് അവനൊരുക്കുന്ന രക്ഷ. അവരൊരുക്കുന്ന വലിയ അത്താഴം അങ്ങനെയാണ്. നമ്മൾ സിംബോസിയം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ? ഒരു സിംബോസിയം, ഭക്ഷണത്തിനിടയ്ക്ക് നടത്തുന്ന ഒരു ചർച്ച. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണ് അവൻ ഒരുക്കുന്ന രക്ഷയായ വലിയ അത്താഴം. എങ്കിലും ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് മാത്രം, അതായത് വിശ്വാസം കൊണ്ട് മാത്രം ആ അത്താഴം ആസ്വദിക്കാൻ കഴിയില്ല. 14:24 അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസ് 14:24. ഒരു നാണയത്തിന് 2 വശങ്ങൾ എന്ന പോലെ ദൈവകൃപയുടെ മറുവശമാണ് മനുഷ്യന്റെ സഹകരണം അഥവാ സമർപ്പണം. ഇതുകൊണ്ടാണ് ദൈവം നൽകിയ കൃപ യൂദാസ് കറിയാത്തായിൽ വർക്കായില്ല. കൃപയാണ്, ദാനമാണ്, അവൻ സ്വീകരിച്ചു. പക്ഷെ അതിനോട് പ്രസാദാലമായി പ്രതിസ്പന്ദിച്ചില്ല യൂദാസ് കറിയാത്ത. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാതെ പോയി. അപ്പോൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രം രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഈ രക്ഷ എന്ന് പറഞ്ഞ അത്താഴം കഴിക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ പ്രസാദാത്മകമായ ഒരു പ്രതികരണം ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു വചനം നമുക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു വചനമുണ്ട്. അപ്പനെയും അമ്മയെയും ഭാര്യയും ഒക്കെ വെറുക്കാതെ എന്നെ അനുഗമിക്കാൻ കഴിയില്ലെന്നാണ് കർത്താവ് പറയണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും, 4-ാം പ്രമാണത്തിനെതിരെയാണോ കർത്താവ് പഠിപ്പിക്കണേ? 4-ാം പ്രമാണത്തിനെതിരെ അപ്പനെയും അമ്മയെയും ഭാര്യയും ഒക്കെ വെറുക്കണം എന്ന് പറഞ്ഞാൽ ഈ 20:12 4-ാം പ്രമാണം കർത്താവ് പറയുന്നുണ്ട്, ലൂക്കാസ് 20:12. അപ്പോൾ ഇതെങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തെ മനസ്സിലാക്കുക? തലമുറകളായിട്ടുള്ള ബന്ധത്തെയും ദൈവം ആഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം എന്ന കൂട്ടായ്മയെയും വാസ്തവത്തിൽ ശക്തിപ്പെടുത്തുകയല്ലേ ഈ 4-ാം പ്രമാണം? അത് റദ്ദ് ചെയ്യാൻ പാടുണ്ടോ കർത്താവ്? ഇതാണ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. മണ്ണിനെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ദേശത്ത് സ്ഥിരതയുള്ള ജീവിതം ഉണ്ടാകേണ്ടതിനെക്കുറിച്ചും 4-ാം പ്രമാണം സംസാരിക്കുന്നു. അതിനെ റദ്ദ് ചെയ്യാൻ കർത്താവിന് എങ്ങനെ കഴിയും? മനുഷ്യർക്ക് ജീവിക്കാനുള്ള മണ്ണിനെയും ദേശത്തെയും കുടുംബം എന്ന അടിസ്ഥാന സാമൂഹികക്രമമായി ബന്ധിപ്പിക്കുകയല്ലേ 4-ാം പ്രമാണം? അത് റദ്ദാക്കാൻ പാടുണ്ടോ കർത്താവ്? കുടുംബം എന്ന സംവിധാനത്തിനുള്ളിൽ രൂപപ്പെടുന്ന തലമുറകളുടെ നിലനിൽപ്പുമായി ജനത്തിൻ്റെയും മണ്ണിൻ്റെയും ദേശത്തിൻ്റെയും തുടർച്ചയായ അസ്തിത്വത്തെ കൂട്ടിയോജിപ്പിക്കുകയല്ലേ ഈ 4-ാം പ്രമാണം? ഇതൊക്കെ റദ്ദ് ചെയ്താൽ ശരിയാകുമോ? ഈ 4-ാം പ്രമാണമല്ലേ സാമൂഹ്യക്രമത്തിൻ്റെ നാരായ വേരും നങ്കൂരവും? ഈ കൽപ്പന ലംഘിക്കാൻ യേശു പഠിപ്പിക്കുന്നത് ശരിയാകുമോ? അങ്ങനെയാണ് ആൾക്കാർ ചോദിക്കണേ. അപ്പനെയും അമ്മയൊക്കെ വെറുക്കാൻ പറഞ്ഞാൽ യേശു എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പുതിയൊരു സമുദായത്തെ, അതേ കുടുംബം വേണ്ട, യേശു എന്ന വ്യക്തി മാത്രം മതി, അങ്ങനെ പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് ന്യായമാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. യേശുവിൻ്റെ ഈ ഞാൻ ആരാണ്? എന്താണ് മിശിഹായായ യേശു? എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ കൊണ്ടുവന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങളൊന്നാണത്. ലോക സമാധാനം അവൻ കൊണ്ടുവന്നില്ല. ലോകത്തിൻ്റെ ദുരിതങ്ങളെ കീഴടക്കാൻ അവന് കഴിഞ്ഞില്ല. ലോകത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതാക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവന് മിശിഹ ആയിരിക്കാനുള്ള യോഗ്യത അവനുണ്ടോ? ശരിക്കും യോഗ്യതയുണ്ടോ? അതെ. എന്താണ് യേശു കൊണ്ടുവന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തെ അവൻ എല്ലാ ജനതകൾക്കുമായി കൊണ്ടുവന്നു. അതെ, അവൻ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ജനതകളും അവനോട് പ്രാർത്ഥിക്കുകയും
ഇസ്രായേലിന്റെ വേദഗ്രന്ഥം അവന്റെ വചനമായി, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമായി അംഗീകരിക്കുകയും വേണം. ഇതാണ് കർത്താവ് കൊണ്ടുവന്നത്. അതായത് ഇസ്രായേലിനും ലോകത്തിനും നൽകപ്പെട്ടിരുന്ന ഏറ്റവും സുനിശ്ചിതമായ വാഗ്ദാനമായിരുന്ന സാർവത്രികത എന്ന ദാനമാണ് യേശു കൊണ്ടുവന്നത്. ഏക സത്യദൈവം, അതാണ് സാർവത്രികത. എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ്, ഏക സത്യദൈവം. ഈ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഏക സത്യദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ സാർവത്രികത. ഇത് ലോകം മുഴുവനും, സർവ്വലോകങ്ങൾക്കും സർവ്വജനങ്ങൾക്കും ഒരേ ഒരു ദൈവമുള്ളൂ, ഏക സത്യദൈവം. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. അതിപ്പോൾ യേശുവിന്റെ പുതിയ കുടുംബമായ സഭയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ജഡത്തിൽ നിന്നുള്ള പിന്തുടർച്ച, അതായത് കുടുംബങ്ങളിൽ നിന്ന് ജഡത്തിന്റെ പിന്തുടർച്ചയാണല്ലോ, അതിരുകളെ ഭേദിച്ച് എല്ലാ ജനതകൾക്കും വ്യാപിച്ച് കിടക്കുകയാണ്. ഇവയൊക്കെ യേശുവിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇതാണ് അവനാണ് മിശിഹ എന്ന് തെളിയിക്കുന്നത്. മോശയിലും പ്രവാചകന്മാരിലും അടിസ്ഥാനപ്പെട്ട് നൽകപ്പെട്ട മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളെ പുതിയ തരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് തുടക്കമിടുകയാണ്. പഴയ നിയമത്തെ തീർത്തും പുതിയ തരത്തിൽ വീക്ഷിക്കാൻ മോശയെയും പ്രവാചകന്മാരെയും തുറക്കുകയും ചെയ്യുന്നത് യേശു എന്ന ആളാണ്. അതായത് വേദപുസ്തകങ്ങളുടെ നിലവറ ഇപ്പോൾ യേശു എന്ന താക്കോൽ കൊണ്ട് തുറക്കണം. പഴയ നിയമത്തിലെ വചനങ്ങൾ മുഴുവൻ യേശു എന്ന താക്കോൽ ഉപയോഗിച്ചാണ് തുറക്കാൻ. അതല്ല, അതിൻ്റെ പല വാക്കുകളുടെയും അർത്ഥം ഇങ്ങനെ മറയ്ക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വേദഗ്രന്ഥങ്ങളുടെ നിലവറ ഇപ്പോൾ യേശു എന്ന താക്കോൽ ഉപയോഗിച്ച് തുറക്കണം. ഈ സാർവത്രികയുടെ വാഹനമാണ് യേശുവിൽ ഉദയം ചെയ്യുന്ന പുതിയ സമുദായം, അതായത് സഭ. യേശുവുമായുള്ള ഐക്യതയാണ്, അത് ദൈവത്തിന്റെ ഹിതവുമായിട്ടുള്ള ഐക്യതയാണ് ഈ സമുദായത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത. ക്രിസ്തുവുമായിട്ടുള്ള ഐക്യതയാണ് പുതിയ സമുദായമായ സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഐക്യത. അപ്പോൾ യേശുവിന്റെ ഞാൻ എന്നത് സ്വന്തം സ്വത്വത്തിൽ ചുറ്റിക്കറങ്ങുന്ന തന്നിഷ്ടത്തിന്റെ അഹംബുദ്ധിയല്ല. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം നിർവഹിക്കുന്നവൻ ആരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതായത് പിതാവുമായി ഐക്യപ്പെട്ട പുത്രന്റെ ചിത്തം മാംസം ധരിച്ചതാണ് യേശുവിന്റെ ഞാൻ എന്ന ആളത്വം. ദൈവത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഞാൻ, അതാണ് യേശു. അവനുമായുള്ള ഐക്യത പിതാവുമായി പുത്രസഹജമായ ഐക്യതയാണ്. ക്രിസ്തുവുമായുള്ള ഐക്യത ദൈവപിതാവുമായുള്ള പുത്രസഹജമായ ഐക്യതയാണ്. 4-ാം പ്രമാണത്തിലുള്ള അനുസരണം ഈ പുതിയ തരത്തിൽ പ്രകാശിപ്പിക്കണമെന്നാണ് കർത്താവ് പറയണേ. 4-ാം പ്രമാണം റദ്ദ് ചെയ്യല്ല, മറിച്ച് 4-ാം പ്രമാണത്തെ യേശു എന്ന പുത്രന്റെ ആളത്വവുമായി ബന്ധപ്പെടുത്തി പുനരാഖ്യാനം ചെയ്യണം. ഈ തലമാണ് ഏറ്റവും ഉയർന്ന തലം. അതായത് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവരുടെ കുടുംബത്തിലേക്കുള്ള പ്രവേശനമാണത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ കുടുംബം എന്നതിനെ ഒരു വിശാലമാക്കുകയാണ്, 4-ാം പ്രമാണത്തെ വിശാലമാക്കുകയാണ് സഭ എന്ന കുടുംബമായിട്ട്. ഇതുവരെ അപ്പൻ അമ്മ മക്കളതാണ് കുടുംബം പറഞ്ഞിരുന്നത്. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അമ്മ. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബം എന്നുള്ളതിനെ വിശാലമാക്കുകയാണ്. ഈ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായി ജന്മം തന്നവരെ മാത്രം ബഹുമാനിക്കണമെന്നല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതിന് വിശാലമാക്കുകയാണ്, കുറെ കൂടി വിശാലമാക്കുകയാണ്. 4-ാം പ്രമാണത്തെ അങ്ങ് വിശാലമാക്കുകയാണ്. കുടുംബത്തിനൊരു പുതിയ അർത്ഥം കൊടുക്കുകയാണ്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരു കുടുംബത്തിലേക്കുള്ള പ്രവേശനമാണ് ക്രിസ്തുവുമായുള്ള ഐക്യതയോടുകൂടി വരുന്നത്. അവർക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുന്നത് ഞങ്ങൾ എന്നൊരു കൂട്ടായ്മയോട്, അതായത് സഭ എന്ന കൂട്ടായ്മയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ആ കൂട്ടായ്മ രൂപപ്പെടുന്നതാകട്ടെ യേശുവുമായുള്ള ഐക്യതയിലാണ്. അതിനാൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സന്യാസം വരിക്കാനും വൈദികരാകാനും തയ്യാറാകുന്നവർ ഈ പുതിയ തരത്തിലുള്ള കൂട്ടായ്മയാണ്, കുടുംബമാണ് രൂപപ്പെടുത്തുന്നത്. നസറത്തിലെ യേശു 1-ാമത്തെ വാല്യം 244 മുതൽ 251 വരെയുള്ള വാക്യങ്ങൾ, അത്തരം പേജുള്ള സംഗതി ഞാൻ ചുരുക്കമായിട്ട് അവതരിപ്പിച്ചതാണിത്. നിങ്ങൾ പലരും ആ പുസ്തകം വാങ്ങിയിട്ടുണ്ട്. ബെനഡിക്ട് 16-ന്റെ നസറത്തിലെ യേശു 1-ാം വാല്യം 244 മുതൽ 51 വരെ വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥം അവിടെ കിട്ടും. ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. വെറുക്കാതെ എന്നാണ് കർത്താവ് ഉപയോഗിച്ച വാക്ക്, വെറുക്കാതെ. ഇതൊരു ഹെബ്രായ ശൈലിയാണ്, സെമിറ്റിക് ശൈലിയാണ്. ശത്രുവായി കണ്ട് വെറുക്കണമെന്നല്ല, മറ്റൊന്നിനേക്കാൾ കുറഞ്ഞ തരത്തിൽ സ്നേഹിക്കൂ എന്നാണ് അർത്ഥം. ഉൽപ്പത്തി 29, 31, 33, മലാക്കി 1, 2, 3 ഇതേ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിവാഹബന്ധം പരിശുദ്ധവും ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള കടമകൾ പവിത്രവുമാണ്. എങ്കിലും ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തോട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ കടമകൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ടി വരും. മത്തായി 10:37, കത്തോലിക്ക സഭയുടെ മതബോധനം 16, 18, 25, 44.
യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കേണ്ടി വരുന്ന വില ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇല്ലേ തയ്യാറാകുന്നവർ ചിലപ്പോൾ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വരും, അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരും, ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരാം. അത് അവരോടുള്ള വെറുപ്പും ദേഷ്യം കൊണ്ടല്ല, ക്രിസ്തുവിനോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ കുടുംബം എന്നത് ചെറിയൊരു കുടുംബത്തിൽ നിന്നും സഭ എന്ന കുടുംബമായിട്ട് രൂപാന്തരപ്പെടുത്തിയപ്പോൾ നമുക്ക് ശാരീരികമായി ജന്മം തന്നവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ടി ഈ നമുക്ക് ശാരീരികമായി ജന്മം തന്നവരോട് ഒരു അകൽച്ച പാലിക്കേണ്ടി വരും. അത് വെറുപ്പിൻ്റെയോ ശത്രുതയുടെ ഒന്നും അല്ല, മോശമായതുകൊണ്ടല്ല. പക്ഷെ ക്രിസ്തുവിനുള്ള സ്നേഹത്തിന് താഴെയായിരിക്കണം അപ്പനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടൊക്കെയുള്ള സ്നേഹം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ സഹോദരന്മാർ കായനും ആബേലും. കായൻ ആബേലിനെ കൊന്നു. രക്തബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കായൻ്റെ സഹോദര സ്നേഹം ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ എത്ര വാർത്തകളാണ് എല്ലാ ദിവസവും കേൾക്കുന്നത്. കുടുംബ സ്വത്തിനെക്കുറിച്ചുള്ള തർക്കം വന്ന് മകൻ അപ്പനെ ചവിട്ടിക്കൊന്നു, ചേട്ടൻ അനിയനെ കൊന്നു, അനുജൻ ചേട്ടനെ കൊന്നു. അതായത് ഇവരുടെ സ്നേഹത്തെയൊക്കെ ദൈവസ്നേഹം എന്ന സ്നേഹത്താൽ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദര സ്നേഹം വിഷമായിട്ട് മാറുന്നു. അപ്പനോടും അമ്മയോടുള്ള സ്നേഹം വിഷമായിട്ട് മാറാം, മക്കളോടുള്ള സ്നേഹം വിഷമായിട്ട് മാറാം. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ദൈവവിളി കുറയുന്നു കൂടുന്നു. നമ്മുടെ നാട്ടിൽ കുറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, മറ്റു പല നാട്ടിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും സന്യാസികളുടെ ദൈവവിളി കുറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? മക്കളോടുള്ള സ്നേഹം അതേ ഉള്ളൂ അവിടെ. എന്നിട്ട് ആ മക്കളെ നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല, ഒന്നോ രണ്ടോ ഉള്ളതാനും. അപ്പോൾ ഈ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ ആളുകൾ വേണ്ട, സഭയുടെ കാര്യം നോക്കാൻ ആളുകൾ വേണ്ട, എന്നെ നോക്കാൻ മാത്രം മതിയെന്ന് ആൾക്കാർ ചിന്തിക്കുകയാണ്. എന്നിട്ട് നോക്കാതെ അവർ വിദേശത്ത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ മൊത്തം അന്തഛിദ്രം ഉണ്ടാകും. ഇതാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവിനുള്ള സ്നേഹത്തിന് താഴെ വേണം മറ്റു സ്നേഹങ്ങളൊക്കെ നിലനിൽക്കാനെന്ന്. ഈ ഉപേക്ഷിക്കുന്നവരുടെ പട്ടികയിൽ ഭാര്യയെയും ഉൾപ്പെടുത്തുന്നതിലൂടെ ബ്രഹ്മചര്യം ആശ്ലേഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കർത്താവ്. എന്നെ സ്നേഹിക്കണമെങ്കിൽ ഭാര്യയും വെറുക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഭാര്യ വേണ്ട, കല്യാണം കഴിക്കാതിരിക്കാം. ഈ 14:18 ലൂക്കോസ് 14:18 അങ്ങനെ ഒരു സൂചനയുണ്ട്. മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തി 3:2. ആ തിരുവചനം ഉപയോഗിച്ച് യേശു പറഞ്ഞ ഈ വചനത്തെ റദ്ദാക്കാൻ കഴിയോ? ഇല്ല. ഭാര്യ ഇല്ലെങ്കിൽ മെത്രാനാക്കാൻ കഴിയില്ല എന്നല്ല അവിടെ അർത്ഥം. കല്യാണം കഴിക്കുന്നെങ്കിൽ വിശ്വസ്തത പാലിക്കൂ എന്ന് മാത്രമല്ല. രണ്ടാമത്, അതായത് എല്ലാവർക്കും ഏകഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക്. അപ്പം മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുമെന്ന് പറഞ്ഞാൽ അതായത് 2 ഭാര്യ ഉണ്ടായിരിക്കരുതെന്നല്ല. എല്ലാ ക്രിസ്ത്യാനികൾക്കും 2 ഭാര്യ ഉണ്ടായിരുന്നില്ല, 1 ഭാര്യ ഉണ്ടായിരുന്നല്ലോ. ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുമെന്ന് പറഞ്ഞാൽ രണ്ടാമത് പുനർവിവാഹം ചെയ്ത ഒരാളായിരിക്കാൻ പാടില്ലെന്നാണ്. ഭാര്യ മരിച്ചാൽ പുനർവിവാഹം ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ മെത്രാനാക്കാൻ പാടില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ ഈ പൗലോസും ബ്രഹ്മചാരി ആയിരുന്നല്ലോ. എല്ലാവരും എന്നെപ്പോലെ ബ്രഹ്മചാരി ആയിരുന്നെങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1 കൊരിന്തോസ് 7:1-7 മുതൽ. അപ്പോൾ ലൂക്കാസ് 18:29 അങ്ങനെയൊക്കെ ചില സൂചനകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 4-ാം പ്രമാണത്തെ കർത്താവ് ലംഘിക്കാൻ പറയല്ല, 4-ാം പ്രമാണത്തെ വിശാലമാക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയിലും ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സഭ എന്ന കുടുംബം തീരെ മോശമൊന്നുമല്ല. ലോകത്തെ അതായത് ഇന്ത്യയിലെ കണക്കൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സമുദായമായി നമ്മൾ എന്തുമാത്രം ആളുകളെയാണ് സംരക്ഷിക്കുന്നത് സഭ എന്ന കുടുംബം. എയ്ഡ്സ് പേഷ്യൻസ്, കുഷ്ഠരോഗികൾ, വിധവകൾ, അനാഥര്, പ്രായമായവർ, ഇങ്ങനെ ഉള്ള ഒരുപാട് പേരെ സംരക്ഷിക്കുന്ന ഒരു വലിയ കുടുംബമാണ് നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ ഈ കർത്താവിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പ്രായോഗികതയാണ് കാണുന്നത്. സഭ എന്ന കുടുംബം നമ്മുടെ ഇടവകളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ 10-20 പേര് പ്രായം കഴിഞ്ഞിട്ടും കെട്ടിച്ചു വിടാതെ നിൽക്കുന്ന സ്ത്രീകൾ. എന്താ കാര്യം? പണമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സൗന്ദര്യം ഇച്ചിരി കുറവ്. അപ്പം ഞാൻ അവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇത്രയും നമ്മൾ 234 വീടുണ്ടായിട്ടും ഈ നമ്മുടെ ഇടവകയിൽ 10-20 കുട്ടികൾ പണമില്ലാത്തതിൻ്റെ പേര് കെട്ടിച്ചയക്കാൻ പോകുന്നത് അത് നമുക്കൊരു ശാപമാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ഇടവക ഒരു മുൻകൈ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഞാനപ്പോൾ ഇവരോട് ഞാൻ രഹസ്യം ചില വീട് എന്ന് പറഞ്ഞു, കല്യാണങ്ങൾ നിങ്ങൾക്ക് ചേരുന്നൊരു കല്യാണം വന്നാൽ എന്നോട് പറഞ്ഞിട്ടേ നോ പറയാവൂ, അത് പണമില്ലാത്തതിൻ്റെ പേരിൽ നോ പറയരുത്. അങ്ങനെ ഞങ്ങൾ പലരെയും കെട്ടിച്ചു. ഇടവകന്ന് കാച്ചെടുത്ത് ആരാർക്ക് പണം കൊടുത്തെന്ന കാര്യമൊന്നും വെളിപ്പെടുത്തിയില്ല, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവർ തന്നെ ചിലർ പറഞ്ഞു,
കുറച്ച് പേര് പൈസ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾ പണം അടയ്ക്കാം പാവപ്പെട്ടവരുടെ കല്യാണം നടത്താനായിട്ട് അച്ഛൻ നിശ്ചയിച്ച ആർക്കാ കൊടുക്കണേന്ന്. കാരണം ഈ പണം കൊടുക്കുന്നത് പരസ്യമാക്കി കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് വരുമല്ലോ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ അവിടുത്തെ വിവാഹ സഹായനിധി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിധിയായിരുന്നില്ല. പണമുള്ളവർ പാവപ്പെട്ടവർക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന ഒരു വിവാഹ സഹായനിധിയാണ് ഞാൻ അവിടെ തുടങ്ങിയത്. ഇപ്പോഴോ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുടുംബം, ഒരു ഇടവക എന്ന കൂട്ടായ്മ, സഭ എന്ന കൂട്ടായ്മ വന്നപ്പോൾ ശരിക്കും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിട്ട് മാറുകയാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരും നടക്കുന്നില്ലേ? ആ ഇടവകയിൽ തന്നെയാണ് ഞാൻ ഈ സ്വച്ഛ ഭാരതക്ക് ഇപ്പോഴല്ലേ വന്നത്. ഞാനന്ന് MLA-യും കളക്ടറെയും പോയി കണ്ട് എത്രയോ പേർക്ക് കക്കൂസ് പണിയാനായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. ചിലത് ലോണായിട്ട്, നിസ്സാര ലോൺ, ഓക്കെ, അതായത് നിസ്സാര പലിശകളുടെ ലോണൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്ത പുണ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, സഭ ചെയ്യുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധസ്ഥലങ്ങളിൽ പോലും ഈ ചാരിറ്റി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ്. ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന ചാരിറ്റിയുടെ 10-1 വരില്ലേ മറ്റേത് മതവും ചെയ്യുന്ന ചാരിറ്റി. പക്ഷേ ഇതൊന്നും നമുക്ക് ഇങ്ങനെ പുറത്ത് കാണാനില്ലാത്തത് കൊണ്ട് പുറത്ത് മുഴുവൻ ഈ സഭയുടെ പുഴുക്കുത്തുകളാണ് എല്ലാവർക്കും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ താല്പര്യം. അതുകൊണ്ട് സഭയെ സ്നേഹിക്കാനോ സഭയിൽ അഭിമാനം കൊള്ളാനോ പലർക്കും കഴിയാതെ പോകുന്നു. ഈ നന്മ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ഏതായാലും കർത്താവ് എന്ന് പറയുന്ന ഒരാളിൽ കുടുംബത്തെ ഒരു വലിയ വിശാലമാക്കുന്ന രീതിയാണ് കർത്താവ് ചെയ്തത്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നേക്കാൾ കുറഞ്ഞ സ്നേഹമേ അപ്പനോടും അമ്മയോടൊക്കെ പാടുള്ളൂ. എന്ന് വെച്ചാൽ അവർ നോക്കാതിരിക്കണമെന്നല്ല, മുമ്പത്തേക്കാൾ നന്നായിട്ട് നോക്കണം. പക്ഷേ അത് ദൈവസ്നേഹത്തെ പ്രതിയാകണം. ശാരീരികമായി ജന്മം കൊണ്ടത് മാത്രമല്ല. അപ്പോൾ നമ്മുടെ സ്നേഹത്തിനൊരു വിശുദ്ധീകരണം വരും. അതായത് സ്നേഹം എങ്ങനെ പല തട്ടുകൾ കഴിഞ്ഞ് ഒരു ഉയർന്ന മേഖലയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതൊന്നും പറയേണ്ട സമയത്തല്ലല്ലോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള സ്നേഹമുള്ളവരുണ്ട്. അതായത് വിശുദ്ധമായ സ്നേഹത്താൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ. അത് വെറും അപ്പനോ അമ്മയോ ആയതുകൊണ്ട് മാത്രമല്ല, ദൈവസ്നേഹത്താൽ പ്രേരിതമായി, ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്നേഹം. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് 3 ഉപമകൾ പറയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കാനായിട്ട് വന്ന ആദ്യത്തെ ഉപമ ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവനെ കുറിച്ചാണ്. അതായത് നമുക്ക് കെട്ടിടം പണിയണം, ആവശ്യത്തിന് പണമുണ്ടെങ്കിലേ അത് തുടങ്ങാവൂ എന്നാണ് കർത്താവ് പറയണേ. പണി ആരംഭിച്ച് നിർത്തിവെക്കുന്നതിൽ കാര്യമില്ല. പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കണക്ക് കൂട്ടി നോക്കണം. അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ വലിയ വില ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ ഇപ്പം നമുക്ക് എറണാകുളത്ത് അറിയാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയാണോ? വലിയ വിലയാണ് ആവശ്യപ്പെടുന്നത്. കാരണം എന്താ? കർത്താവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് വികാരിച്ചമാരാണ് നമ്മൾ പീഡിപ്പിക്കണേ. കർത്താവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ മെത്രാന്മാരാണ് നമ്മൾ പീഡിപ്പിക്കണേ. അപ്പം കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാ? കുറേ പേര് അതൊക്കെ ഉപേക്ഷിച്ച് പോയി. ഈ സഭാവിശ്വാസികൾ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ സമരരംഗത്തൊന്നും വരുന്നില്ല. കാരണം എന്താ? ആ കർത്താവ് പറഞ്ഞ വില കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. പാതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നത് ശരിയല്ലെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അനുഗമിക്കാനുള്ള മനസ്സുറപ്പും ചങ്കുറപ്പും ഉണ്ടോന്ന് പരിശോധിക്കണം. പിന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന കുറേ വിലകളുണ്ട്, സഹനമുണ്ട്, ക്ലേശമുണ്ട്, ഉപദ്രവമുണ്ട്. അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും മറ്റും വലിയ സമർപ്പണം വേണ്ടേ? അതിനേക്കാൾ എത്രയോ വലിയ സമർപ്പണമാണ് ക്രിസ്തുവിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി ജീവിക്കാൻ കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്ന ആദ്യത്തെ ഉപമയിലൂടെ. രണ്ടാമത്തെ ഉപമ യുദ്ധം ചെയ്യാൻ വരുന്ന രാജാവും അതിനെതിരിടാൻ പോകുന്ന രാജാവുമാണ്. 20,000 ഭടന്മാരോട് കൂടെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആദ്യമേ ആലോചിക്കാത്ത രാജാവ് ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ നയതന്ത്രത്തിലുള്ള യുദ്ധം ഒഴിവാക്കില്ലെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇതുപോലെ കുരിശിൻ്റെ തൂക്കവും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ തമ്മിലൊന്ന് തൂക്കി നോക്കണം. കുരിശിൻ്റെ തൂക്കം, നമുക്ക് തരുന്ന കുരിശിൻ്റെ തൂക്കം, നമ്മുടെ വിഭവങ്ങൾ എന്താണ്? നമ്മുടെ വിഭവങ്ങളും സാമഗ്രികളും അത് ജീവൻ പോലും ഉപേക്ഷിക്കാനുള്ള മനസ്സാണ് നമ്മുടെ വിഭവം. അതായത് കുരിശെടുക്കാനായിട്ട്, കുരിശ് പൊങ്ങണമെങ്കിൽ പ്രാണം കൊടുക്കാൻ തയ്യാറാവണം, അല്ലാതെ കുരിശ് പൊങ്ങില്ല. ദേശരാഷ്ട്രത്തിന് വേണ്ടി പട്ടാളക്കാർ ജീവൻ ബലികരിക്കുന്നു അല്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ സന്തോഷത്തോടെ പ്രാണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ വൈദികരും മെത്രന്മാരൊന്നും ഇതിന് മാതൃകയല്ല. നമുക്ക് എല്ലാവരും അല്ല, കുറേ പേര്. മൂന്നാമത്തെ ഉപമ, ഉറ കെട്ടുപോയാൽ ഉപ്പിന് എന്ത് രസം. യേശുവിനോടുള്ള കൂറും വിശ്വസ്തതയുമാണ് ഉപ്പ് എന്ന് പറയണേ. ആദ്യത്തെ സ്നേഹവും തീക്ഷ്ണതയുമാണ് ഈ ഉപ്പ് എന്ന് പറയണേ. നമ്മൾ സെമിനാരിക്കല്ലേ പോകില്ല, അച്ഛനാകാൻ വേണ്ടി പോകുന്ന ദിവസം, കല്യാണം കഴിക്കാൻ പോകുന്ന ദിവസം, അന്നത്തെ ആദ്യത്തെ ആ സങ്കല്പങ്ങളും സ്നേഹവും തീക്ഷ്ണതയും സമർപ്പണമാണ് ഉപ്പ്. അത് കുറഞ്ഞാൽ, ഉപ്പരസം പോയാൽ പിന്നെ അതിന് രസം കൂട്ടാൻ പറ്റില്ല.
യേശുമുള്ള ബന്ധം വഷളായാൽ, അത് ക്ഷയിക്കാനും വഷളാകാനും തുടങ്ങിയാൽ, നിർജ്ജീവമാകാനും തുടങ്ങിയാൽ, പിന്നെ അതിന് ഈ ജീവിതത്തിൻ്റെ രസം നഷ്ടപ്പെടും. ഉപ്പിൻ്റെ ഉറ കെട്ടുപോകുന്ന പോലെയാണത്. ബന്ധം വഷളായാൽ അതിനേക്കാൾ വഷളാകുന്ന യാതൊന്നുമില്ല. അനുഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നവരെ യേശു വർണ്ണിക്കുന്ന വാക്കുകൾ നോക്കൂ. പണി തീരാത്ത വീടിൻ്റെ ഉടമസ്ഥൻ, കീഴടക്കപ്പെട്ട രാജാവ്, ഉറ കെട്ടുപോയ ഉപ്പ്. നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് അത് ചേരും. പണി തീരാത്ത വീടിൻ്റെ ഉടമസ്ഥരായിരിക്കുകയാണ് മെത്രാന്മാർ. കീഴടക്കപ്പെട്ട രാജാക്കന്മാരായിട്ട് ഇരിക്കുകയാണ് അവർ. ഉറ കെട്ടുപോയ ഉപ്പായി ഇരിക്കുകയാണ് അവർ. ഇത് അവരെക്കുറിച്ച് മാത്രമല്ല, ഞാനടക്കമുള്ള വൈദികരെക്കുറിച്ചും കുടുംബജീവിതം നയിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇത് സത്യമായി വരാം. ഉറ കെട്ടുപോയ ഉപ്പായി മാറരുത്. നമ്മൾ കീഴടക്കപ്പെട്ട രാജാവായി മാറരുത്. പണി തീരാത്ത വീടിൻ്റെ ഉടമസ്ഥരാകരുത്. മറിച്ച് കർത്താവിൻ്റെ കുരിശെടുക്കാൻ നമ്മൾ കൊടുക്കേണ്ട വിഭവം നമ്മുടെ പ്രാണനാണ്. നമ്മൾ ക്യാൻസർ വന്നോ, മറ്റേതെങ്കിലും തരം സ്ട്രോക്ക് വന്നോ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത്. ആ കുരിശെടുത്തിട്ട് ആ കുരിശിന് താഴെ ചതഞ്ഞരിഞ്ഞ് ചത്തുപോകുന്നത് എത്രയോ മനോഹരമാണ്. ഏതായാലും മരിക്കണം, അപ്പോൾ കർത്താവിന് വേണ്ടി മരിക്കല്ലേ നല്ലത്? പ്രാണം കൊടുത്തും കർത്താവിന് കുരിശെടുക്കല്ലേ നല്ലത്? ഇങ്ങനൊരു ചിന്ത നമ്മൾ ഭരിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.